ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെജ് റെസിപ്പിയാണ്, അതായത് ഗോബി ഫ്രൈ. അപ്പോൾ നമ്മുടെ ഈ ഗോബി ഫ്രൈക്ക് വേണ്ടിയത് ആദ്യം തന്നെ കോളിഫ്ലവർ തന്നെയാണ്. കോളിഫ്ലവർ ഞാൻ ഈ ഒരു ഷേപ്പിലും സൈസിലും ഒക്കെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫുൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് അതിനെ ഉപ്പും മഞ്ഞളൊക്കെ നിങ്ങൾക്ക് ഇട്ട് കഴുകണമെങ്കിൽ കഴുകാം. ഞാൻ ഉപ്പിട്ട് നന്നായിട്ട് കഴുകി അതിനെ കുറച്ച് ഉപ്പും ഒരു മുട്ടയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സാധാ ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ടീസ്പൂൺ ധാരാളമാണ് എരിക്ക് വേണ്ടിയിട്ട്, നമുക്കൊരു എരി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് കടലമാവ് മിക്സ് ചെയ്തെടുക്കുക. കടലമാവ് ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവും വെള്ളവും കൂടെ ചേർത്ത് അതിൻ്റെ തക്കതായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഞാനത് കാണിച്ചു തരാം നിങ്ങളെ. ആ കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കടലമാവ് ഒന്ന് മിക്സാക്കി എടുക്കേണ്ടത്. ഇനി ഈ കടലമാവിനെ നമുക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച നമ്മളുടെ കോളിഫ്ലവർ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതിനെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കതിനെ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സ് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് എടുത്ത് ഫ്രൈ ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടെ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പം ഞാനൊരു 15 മിനിറ്റിന് ശേഷം ഞാൻ അതിനെ ഒന്ന് വറുത്തെടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് പാൻ ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ കണ്ടു വളരെ കുറച്ച് മാത്രമേ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓരോ പീസായിട്ട് അതിനെ ഇട്ട് കൊടുക്കുക. അത് ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിടക്കണം, ആ രീതിയിൽ അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് മൂത്ത് ഒന്ന് കുക്കായതിനു ശേഷം നമുക്കതിനെ വറുത്ത് പോരാം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇങ്ങനെയായി കിട്ടും. അപ്പം നമ്മുടെ ഗോബി റോസ്റ്റ് അല്ലെങ്കിൽ ഗോബി ഫ്രൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് മുളകും കുറച്ച് കറിവേപ്പിലയും മാത്രം ഒന്ന് ആ വറുത്തെടുത്ത എണ്ണയ്ക്കകത്ത് തന്നെ ഒരു 2 സെക്കൻഡ് ഒന്നിട്ട് വാട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. എന്ത് രസമാണ് നമ്മുടെ ഗോബി ഫ്രൈ കാണാനും. നോക്കിയേ, ഇങ്ങനെ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, തീരുന്നതറിയില്ല. ഒരു ഡ്രൈ ഐറ്റമായിട്ട് എടുക്കാൻ പറ്റിയൊരു സൂപ്പർ ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.